ഇഡിക്കെതിരായ കൈക്കൂലി കേസിൽ കൂടുതൽ പരാതികളിൽ അന്വേഷണവുമായി വിജിലൻസ് മുന്നോട്ട്. ഫോണിൽ ലഭിച്ച പരാതികളിൽ ഉൾപ്പെടെ പ്രാഥമിക അന്വേഷണം നടത്താനാണ് തീരുമാനം. പണം അയക്കാൻ ആവശ്യപ്പെട്ട് കൊല്ലത്തെ വ്യവസായിക്ക് നൽകിയ അക്കൗണ്ട് തട്ടിപ്പിന് വേണ്ടി മാത്രമുള്ള കടലാസ് കമ്പനിയുടേതാണെന്നും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ നിലവിലുള്ള കൈക്കൂലി കേസിന്റെ തുടർച്ചയായി സമാന രീതിയിലുള്ള മറ്റു പരാതികളിലും അന്വേഷണവുമായി മുന്നോട്ടു പോകാനുള്ള ഒരുക്കത്തിലാണ് വിജിലൻസ്. പല സംഭവങ്ങളിലും രേഖാമൂലം പരാതി ലഭിച്ചിട്ടില്ലെങ്കിലും ഫോണിൽ ലഭിച്ച പരാതികളിൽ ഉൾപ്പെടെ പ്രാഥമിക അന്വേഷണം നടത്താനാണ് തീരുമാനം. പ്രാഥമിക അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ വിജിലൻസിന് നിയമോപദേശവും ലഭിച്ചിട്ടുണ്ട്. അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടാൽ സ്വമേധയാ കേസെടുത്ത് മുന്നോട്ടു പോകാനാണ് തീരുമാനം. കേസ് ഒതുക്കി തീർക്കാൻ ഇഡി ഉദ്യോഗസ്ഥന്റെ പേരിൽ 25 ലക്ഷം വാങ്ങിയതായുള്ള മറ്റൊരു വ്യവസായിയുടെ പരാതിയിൽ ഉടൻ തന്നെ പ്രാഥമിക അന്വേഷണം ആരംഭിക്കും. കേസിന് അടിസ്ഥാനമായ പരാതി നൽകിയ കൊല്ലത്തെ വ്യവസായി അനീഷ് ബാബുവിനോട് പണം അയക്കാൻ ആവശ്യപ്പെട്ട് നൽകിയ അക്കൗണ്ട് തട്ടിപ്പിന് വേണ്ടി മാത്രം ഉപയോഗിച്ച കടലാസ് കമ്പനിയുടേതാണെന്ന് അന്വേഷണത്തിൽ വിജിലൻസിന് വ്യക്തമായി. കഴിഞ്ഞ ദിവസം മുംബൈ താനെയിലെ ബോറ കമ്മോഡിറ്റീസ് ആൻഡ് ടൂർ പ്രൈവറ്റ് ലിമിറ്റഡിൽ പരിശോധനയ്ക്കെത്തിയ വിജിലൻസ് സംഘം കണ്ടത് സ്ഥാപനത്തിന്റെ ബോർഡ് മാത്രമായിരുന്നു. ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥരായി കാണിച്ചിട്ടുള്ള 2 മുംബൈ സ്വദേശികളിൽ ഒരാൾ ഡ്രൈവറാണ്. തന്റെ പേരിൽ ഇത്തരമൊരു സ്ഥാപനമുള്ളതായി ഇയാൾക്കറിയില്ല. രണ്ടാമത്തെ പേരുകാരൻ യഥാർത്ഥത്തിലുള്ള വ്യക്തിയല്ല എന്നാണ് വിജിലൻസിന്റെ നിഗമനം. കൈരളി ന്യൂസ്, കൊച്ചി.